സ്പോട്ട് ലൈവ് തുടരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അട്ടപ്പാടി മധു വധക്കേസിൽ 13 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. നേരത്തെ ഒന്നാം പ്രതി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. മറ്റു പ്രതികൾക്ക്, അതായത് മറ്റു 13 പ്രതികളുടെയും കുറ്റം, അത് അവർ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഉൾപ്പെടെ അവർക്കെതിരെ ചുമത്തിയതാണ്. അതായത് നേരത്തെ വിചാരണ കോടതി വിധിച്ച ശിക്ഷയിന്മേൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായി, അത് ശിക്ഷ കുറഞ്ഞുപോയി എന്ന ആക്ഷേപം മധുവിൻ്റെ കുടുംബം ഉന്നയിച്ചതാണ്. തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ, മധുവിന് നീതി കിട്ടണമെങ്കിൽ ഈ പ്രതികൾക്ക് ശക്തമായ ശിക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം. ഇതേ തുടർന്നാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഇപ്പോൾ 13 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, വിവരങ്ങൾ. ടോം, 12 പ്രതികൾക്കാണ്, അതായത് രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെ 12 പ്രതികൾക്കാണ് ഇപ്പോൾ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിൽ 16-ാം പ്രതി മുനീറിന് 1 വർഷമാണ് ശിക്ഷയും വിധിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ 7 വർഷമായിരുന്നു ഇവർക്ക് ചുമത്തിയിരുന്നത്, അത് മാറിയിട്ടുണ്ട്. എന്തായാലും രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെ 12 പേർക്ക് ജീവപര്യന്തവും 16-ാം പ്രതി മുനീറിന് 1 വർഷവുമാണ് തടവ്. 50,000 രൂപ, അതായത് 12 പ്രതികൾക്കും 50,000 രൂപ പിഴയും ആണ് ഇപ്പോൾ കോടതി ചുമത്തിയിരിക്കുന്നത്. എന്തായാലും കുടുംബം ഈ ഒരു വിധിയിൽ തൃപ്തരാണോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മധുവിന്റെ കുടുംബവും പ്രോസിക്യൂഷൻ ഉൾപ്പെടെ പുറത്തിറങ്ങും. അതിനുശേഷം നമ്മൾ അവരിൽ നിന്ന് തന്നെ കൂടുതൽ പ്രതികരണം തേടാം. എന്തായാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെ 12 പേർക്ക് ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 16-ാം പ്രതി മുനീറിന് 1 വർഷവുമാണ് ശിക്ഷ. ഈ 12 പ്രതികളും, അതായത് രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെയുള്ള 12 പ്രതികളും 12 വർഷം ജീവപര്യന്തവും 50,000 രൂപ പിഴയും. അങ്ങനെയാണ് ഇപ്പോൾ കോടതി ചുമത്തിയിരിക്കുന്നത്. 3 പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. ഈ കേസിൽ 16 പ്രതികളുണ്ട്. അതിൽ 3 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. നേരത്തെ 2 പ്രതികളെ കീഴ്ക്കോടതി വെറുതെ വിട്ടു. അതുകൂടാതെ 1-ാം പ്രതി ഹുസൈനെയും കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഹുസൈനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, അതായത് ഇപ്പോൾ കുറ്റവിമുക്തരാക്കിയ 3 പ്രതികൾക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുവാനായി പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അവർ ഈ കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് കോടതിയെ ബോധിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാ പ്രതികൾക്കും കൃത്യമായിട്ടുള്ള ശിക്ഷ തന്നെ കോടതി വിധിച്ചിരിക്കുകയാണ്. രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെ 12 പേർക്ക് ജീവപര്യന്തം, 16-ാം പ്രതി മുനീറിന് 1 വർഷം തടവ്. ഇങ്ങനെയാണ് കോടതി ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിൽ പട്ടികജാതി പട്ടികവർഗ